السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ളവരെ, മലയാള സാഹിത്യത്തിൽ പകരവെക്കാനില്ലാത്ത ഒരു പ്രശസ്ത എഴുത്തുകാരനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. തന്റേതായ സാഹിത്യം കൊണ്ട് വായനക്കാരെ ഒരുപോലെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്ത ബേപ്പൂരിന്റെ സുൽത്താൻ ലോകത്തോട് വിട പറഞ്ഞിട്ട് 30 വർഷം പിന്നിട്ടു. 1908 ജനുവരി 21 കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്തുള്ള തലയോലപ്പറമ്പിലായിരുന്നു പ്രശസ്ത എഴുത്തുകാരന്റെ ജനനം. കാലം കടന്നു പോകുമ്പോഴും സാഹിത്യപ്രേമികളുടെ മനസ്സിൽ മാങ്കോസ്റ്റി മരച്ചുവട്ടിലെ ആ ചാരുകസേരയിൽ ചാരിക്കിടന്ന് ഗ്രാമഫോണിൽ സോജോ രാജകുമാരി കേട്ടുറങ്ങുകയാണ് എഴുത്തിന്റെ സുൽത്താൻ. ലളിതമായതും നർമ്മരസം തുളുമ്പുന്നതുമായ സവിശേഷമായ രചനാരീതി അദ്ദേഹത്തിന്റെ എഴുത്തുകൾ വായനക്കാരിൽ പ്രിയമുള്ളതാക്കി. വൈക്കം മുഹമ്മദ് ബഷീർ എന്ന മലയാള സാഹിത്യകാരന്റെ കീർത്തി ലോകം മുഴുവനും ഇന്ന് വാഴ്ത്തപ്പെടുകയാണ്. പാത്തുമ്മയുടെ ആട്, ബാല്യകാലസഖി, മതിലുകൾ, പ്രേമലേഖനം, അനർഘനിമിഷം തുടങ്ങിയവ ഈ അനിശ്ചിത കഥാകാരന്റെ പ്രധാന കൃതികളിൽപ്പെട്ടതാണ്. പ്രണയം, ദാരിദ്ര്യം, പരുക്കൻ ജീവിത യാഥാർത്ഥ്യങ്ങളെ എന്നിങ്ങനെ സുൽത്താന്റെ തൂലികയ്ക്ക് വിഷയീഭവിക്കാത്തതായി ഒന്നുമില്ല. ഈ അണ്ടകടാകത്തിലെ സകലമാന ജീവികളും ഭൂമിയുടെ അവകാശികളാണെന്ന് ബഷീർ വിശ്വസിച്ചിരുന്നു. അങ്ങനെ ബഷീറിന്റെ മുമ്പിലെത്തിയ സകല ജീവികളും മൂർഖനും മൂക്കനും ആടും പൂച്ചയും ആനയുമെല്ലാം ബഷീറിന്റെ കഥയിലെ കഥാപാത്രങ്ങളായി മാറി. 1982 ഇന്ത്യ ഗവൺമെന്റ് അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു. 1970 കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നൽകി. ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട എഴുത്തുകാരിൽ ഒരാളായി അദ്ദേഹത്തെ വിശേഷിപ്പിക്കപ്പെട്ടു. ജനകീയനായ എഴുത്തുകാരനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. ഏത് സാധാരണക്കാരനും വായിക്കാൻ പാകത്തിലുള്ള സാധാരണ രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ എഴുത്ത്. അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ കൃതികൾ വീണ്ടും വീണ്ടും വായിക്കാൻ മലയാളികൾ ഏറെ ഇഷ്ടപ്പെട്ടു. പ്രിയമുള്ളവരെ, പ്രാഥമിക പഠനം തലയോലപ്പറമ്പ് മലയാളം പള്ളിക്കൂടത്തിലും വൈക്കം ഇംഗ്ലീഷ് സ്കൂളിലുമായിരുന്നു. ഏറെ രസകരവും സാഹസികവുമായിരുന്നു ബഷീറിന്റെ ജീവിതം. സ്കൂൾ പഠനകാലത്ത് കേരളത്തിലെത്തിയ ഗാന്ധിജിയെ കാണാൻ വീട്ടിൽ നിന്നും ഒളിച്ചോടിയതായിരുന്നു ബഷീറിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായത്. എറണാകുളം വരെ കാൽനടയായും അവിടുന്ന് കാളവണ്ടി കയറി കോഴിക്കോട് എത്തിയ ബഷീർ സ്വാതന്ത്ര്യസമര രംഗത്തേക്ക് എടുത്തുചാടി. 1930 ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ ജയിലിലായി. പിന്നീട് ഭഗത് സിംഗിന്റെ മാതൃകയിൽ തീവ്രവാദ സംഘമുണ്ടാക്കി. തീവ്രവാദ സംഘടനയുടെ മുഖപത്രമായ ഉജ്ജീവനത്തിൽ എഴുതിയ തീപ്പൊരി ലേഖനങ്ങളാണ് അദ്ദേഹത്തിന്റെ ആദ്യകാല കൃതികൾ. പ്രഭ എന്ന തൂലിക നാമമാണ് അദ്ദേഹം ആദ്യം സ്വീകരിച്ചിരുന്നത്. കുറെ വർഷങ്ങളോളം ഇന്ത്യ ഒട്ടാകെ അലഞ്ഞു തിരിഞ്ഞു. അതിസാഹസികമായ ഈ കാലയളവിൽ അദ്ദേഹം കെട്ടാത്ത വേഷങ്ങളില്ല. ഉത്തരേന്ത്യയിൽ ഹിന്ദു സന്യാസിമാരുടെ കൂടെയും സൂഫിമാരുടെയും കൂടെ ജീവിച്ചു. പാചകക്കാരനായും മാജിക്കാരന്റെ സഹായിയായും കഴിഞ്ഞു. അറബി നാടുകളിലും ആഫ്രിക്കയിലുമായി ഏകദേശം 9 വർഷത്തോളം നീണ്ട സഞ്ചാരത്തിനിടയിൽ അദ്ദേഹം പല ഭാഷകളും ഗ്രഹിച്ചു. മനുഷ്യ ജീവിതത്തിന്റെ വശങ്ങളും തീവ്ര ദാരിദ്ര്യവും മനുഷ്യദുരയും നേരിട്ട് കണ്ടു. അദ്ദേഹത്തിന്റെ ജീവിതം തന്നെയാണ് അദ്ദേഹത്തിന്റെ സാഹിത്യം എന്ന് പറയാം. ഇതുപോലെ സ്വതന്ത്രനായി ലോക സഞ്ചാരം നടത്തിയ മലയാള സാഹിത്യക്കാർ വിരളമാണെന്ന് ചുരുക്കം. പത്മനാഭ പത്രാധിപരായിരുന്ന ജയക്കസേലിൽ പ്രസിദ്ധീകരിച്ച തങ്കമാണ് ആദ്യം പ്രസിദ്ധീകരിച്ച കഥ. ജോലി അന്വേഷിച്ചാണ് ബഷീർ പത്രാധിപരുടെ അടുത്തെത്തിയെങ്കിലും ജോലി തരാൻ നിവർത്തിയില്ലെന്നും വേണമെങ്കിൽ കഥ എഴുതി തന്നാൽ പ്രതിഫലം തരാമെന്നുമുള്ള മറുപടി കേട്ട ബഷീർ ഗത്യന്തരമില്ലാതെ ഒരു കഥ എഴുതുകയായിരുന്നു. അവിടെ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ മലയാള സാഹിത്യത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്. ബഷീറിന്റെ കൈപ്പട സാമാന്യം മലയാള ഭാഷ അറിയാവുന്ന ഏതൊരുത്തരും ബഷീർ സാഹിത്യം വാങ്ങും. ജയിൽ പുള്ളികളും ഭിക്ഷക്കാരും വേശ്യകരും പട്ടിണിക്കാരും സ്വർഗാനുരാഗികളും നിറഞ്ഞ ഒരു ഫാന്റസിയായിരുന്നു ബഷീറിന്റെ ലോകം. ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളുടെ ചിന്തകൾക്കോ വികാരങ്ങൾക്കോ അതുവരെയുള്ള സാഹിത്യത്തിൽ സ്ഥാനമുണ്ടായിരുന്നില്ല. സമൂഹത്തിനെതിരെയുള്ള വിമർശനം നിറഞ്ഞ ചോദ്യങ്ങൾ അദ്ദേഹം ഹാസ്യത്തിൽ ഒളിപ്പിച്ചു വെച്ചു. സമൂഹത്തിൽ ഉന്നത നിലവാരമുള്ള ആൾക്കാരെ മാത്രം നായകന്മാരായും മുസ്ലിം കഥാപാത്രങ്ങളെ വില്ലന്മാരായി ചിത്രീകരിക്കുക തുടങ്ങിയ പ്രവണതകളിൽ നിന്നും നോവലുകൾക്ക് മോചനം നൽകിയത് വൈക്കം മുഹമ്മദ് ബഷീർ ആയിരുന്നു. തീക്ഷണമായ അനുഭവങ്ങളുടെ തീവ്രത അദ്ദേഹത്തിന്റെ കൃതികളെ അനശ്വരമാക്കി. അക്കാലത്ത് മുസ്ലിം സമുദായത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കെതിരെ വിമർശനാത്മകമായി അദ്ദേഹം തൂലിക ചലിപ്പിച്ചു. പ്രിയമുള്ളവരെ, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാലസഖി, പാത്തുമ്മയുടെ ആട്, എന്റെ ഉപ്പാപ്പയ്ക്ക് ഒരാനയുണ്ടായിരുന്നു തുടങ്ങിയ പ്രമുഖ കൃതികളെല്ലാം ഇന്ത്യയിലെ തന്നെ പ്രധാന ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഇവ സ്കോട്ട്ലാൻഡിലെ എഡിൻബറോ യൂണിവേഴ്സിറ്റിയിൽ ഒറ്റ പുസ്തകമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഡോക്ടർ റൊണാൾഡ് ആർഷ് എന്ന വിദേശിയാണ് ഇവ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്. ഫ്രഞ്ച്, മലായി, ചൈനീസ്, ജപ്പാനീസ് തുടങ്ങിയ ഭാഷകളിലും പരിഭാഷകളും വന്നിട്ടുണ്ട്. ഇതിനു പുറമെ മതിലുകൾ, പ്രേമലേഖനം, ശബ്ദങ്ങൾ തുടങ്ങിയവയും പൂവമ്പായം ഉൾപ്പെടെ 16 കഥകളുടെ സംഹാരവും ഓറിയന്റ് ലോങ് മാൻ ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ബഷീറിന്റെ എഴുത്തുകൾ ചലച്ചിത്രമായി ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാ മേഖലകളിലും ബഷീറിന്റെ എഴുത്തുകൾ തിളങ്ങി നിന്നിരുന്നു.
മലയാള സാഹിത്യത്തിൽ പകരം വെക്കാനില്ലാത്ത എഴുത്തിന്റെയും വാക്കിന്റെയും മാന്ത്രികനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. സാധാരണക്കാരന്റെ രീതിയിൽ സാധാരണക്കാരന്റെ കഥ പറഞ്ഞപ്പോൾ അത് കാലാവധിർത്തിയായി. ലോകമാകെ അലഞ്ഞു തിരിഞ്ഞ അനുഭവങ്ങളുമായി ബഷീർ എഴുതാനിരുന്നപ്പോൾ അതുവരെ മലയാള സാഹിത്യം കണ്ടിട്ടില്ലാത്ത ഭാഷയിൽ ജീവിതത്തിന്റെ നോവുകളെ ചിരിയിൽ പകർത്തി ഭാഷയിലും ശൈലിയിലുമെല്ലാം പുതിയൊരു ലോകം തീർക്കുകയായിരുന്നു അദ്ദേഹം. തുടർന്ന് 1991 ജൂലൈ 5 അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞു. ബഷീറിന്റെ വിടവാങ്ങലിന് ശേഷം 30 വർഷങ്ങൾ പിന്നിട്ടിട്ടും ബഷീറിന് പകരക്കാരനായി ഇതുവരെ മലയാള സാഹിത്യ ലോകത്തെ ആരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ബഷീറിന് പകരം ബഷീർ മാത്രം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.